ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ CISF കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വിജിലൻസ് റെയ്ഡ്. പലപ്പോഴും നമുക്കറിയാം, നൂറുകണക്കിന് സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ഒരു കാലോ അരയോ മുക്കാലോ ഒന്നോ ഒക്കെ മാത്രമാണ് പലപ്പോഴും പിടിക്കപ്പെടുന്നത്. അതിനകത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ വളരെ തുച്ഛമാണ്. കരിപ്പൂർ വിമാനത്താവളം എന്ന് ഒരു പക്ഷേ ആരോ അറിഞ്ഞിട്ട പേര് തന്നെ ആയിരിക്കണം. കാരണം അവിടെ വന്നിറങ്ങുന്ന മലദ്വാർ ഗോൾഡിനും ഉമ്മറം ഗോൾഡിനും ഒരു കണക്കുമില്ല. ഒരു പക്ഷേ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഈ കരിപ്പൂർ വിമാനത്താവളം തുടങ്ങിയ കാലം മുതൽ ഇതിനോടകം ഈ നാട്ടിൽ വന്നിറങ്ങിയ ഉമ്മറം ഗോൾഡിനും മലദ്വാർ ഗോൾഡിനും കണക്കുകളില്ല. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇത് പിടിക്കപ്പെടാതെ പോകുന്നത്? പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ചെക്കിങ്ങിനും ശേഷം പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ നടപ്പിൽ ഒരു അസ്വാഭാവികത, ഇടയ്ക്ക് തിരിക്കുന്നത് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു, ഒരു ചൊറിച്ചിൽ, ഒരു ദേഹാസ്വാസ്ഥ്യം. പിന്നെ ചില ആളുകൾ തപ്പിപ്പിടിക്കുന്നു, കാരണം അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു വെക്കണമല്ലോ. അങ്ങനെ ഉമ്മറത്തും പിന്നാമ്പുറത്തും ഒക്കെ തപ്പിപ്പിടിക്കുന്നതും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലെ കാല് കവച്ചുള്ള നടപ്പും, പിന്നെ നമ്മളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു രൂപത്തിലുള്ള നോട്ടവും ഒരു ഭയവും, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും, ഇങ്ങനെയുള്ള ഇവരുടെ വിവിധ തരം ഭാവപകർച്ചയിൽ നിന്നാണ് പലപ്പോഴും ഇത് പിടിക്കപ്പെടുന്നത്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, എങ്ങനെയാണ് സകലമാന ചെക്കിംഗ് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും പാസ്സായി ഇവര് പുറത്തിറങ്ങുന്നത്? കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ ഇവരെ സഹായിക്കാൻ ശക്തമായ കരങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ വേരിനാണ് ചികിത്സ തുടങ്ങേണ്ടത് എന്ന് രാജ്യം അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇത്തവണ ചരിത്രത്തിലാദ്യമായി രാജ്യവ്യാപകമായി ഒരു റെയ്ഡ് നടക്കുകയാണ്. CISF കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ റെയ്ഡ്. ഇനി വേണ്ടത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഇവരുടെ ആസ്തികൾ, ഇതൊക്കെ പരിശോധിക്കുന്ന സുന്ദരമായ സംഭവ വികാസങ്ങളായിരിക്കും. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ഇങ്ങനെ ഒരു വിജിലൻസ് റെയ്ഡ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, അമൃത്സർ, ഹരിയാന എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ഹവാല വഴി പ്രതിഫലം വാങ്ങിയതായിട്ടാണ് കണ്ടെത്തിയത്. 2023 മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് വിജിലൻസിന് കൈമാറിയത്. 2023 രജിസ്റ്റർ ചെയ്ത ഒരു കേസ് 2025 ആയിട്ടും ഒരു വാലിനും തുമ്പിനും പോലും അനക്കമുണ്ടായിട്ടില്ല എന്ന് വരുമ്പോൾ ഇത് ഉന്നത തലങ്ങളിൽ നിന്നുള്ള പിടിമുറുക്കമാണ്, പിരിമുറുക്കമാണ്. ഇതാർക്കാ മനസ്സിലാകാത്തത്? അതുകൊണ്ട് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മലദ്വാർ വിഭാഗങ്ങളിൽ നിന്നും വമ്പിച്ച പണം കൈപ്പറ്റിയിട്ട് ഇവര് കൊണ്ടുപോയി കടത്തിയാൽ എന്താ, കടത്തിയില്ലെങ്കിൽ എന്താ, പിടിച്ചാൽ എന്താ, പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ. അതേപോലും ഇവരെ ഇത് കടത്താൻ അനുവദിച്ചാൽ തനിക്ക് കിട്ടുന്നത് ഒരു 2 വർഷം ഈ കുപ്പായം ഇട്ടിവിടെ നിന്ന് അധ്വാനിച്ചാൽ കിട്ടാത്തത്ര പ്രതിഫലമാണെങ്കിൽ എന്തിന് രണ്ടാമതൊന്ന് ആലോചിക്കണം. അപ്പോഴും അവർ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ മാത്രം വിചാരിച്ചാൽ ഈ ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡിനും ഒക്കെ പിടി വീഴുമോ? ഇതിനൊക്കെ തിരശ്ശീല ഇടാൻ പറ്റും. ഞാനല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ടും ഒരു പക്ഷേ ഇത് തന്നെ ചെയ്തേക്കാം. ഞാൻ എന്തിനാണ് വിവരദോഷിയായി മാറുന്നത്? ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നല്ല പൈസ വേണം, ആഡംബര ജീവിതത്തിന് കോടികൾ വേണം, കുട്ടികളെ പഠിപ്പിക്കണം. ഇനി പഠിക്കാൻ ശേഷിയില്ലാത്ത മക്കളാണെങ്കിൽ കോടികൾ കൈക്കൂലിയൊക്കെ കൊടുത്താൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറാനോ ഏതെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാനോ ഒക്കെ പറ്റുന്നത്. ഒരു 2 കോടിയോ 3 കോടിയോ ഒക്കെ കൊടുത്താൽ മക്കൾ പഠിച്ചോ പഠിച്ചില്ലേ മക്കളെ ഡോക്ടറായിട്ട് അവരിങ്ങോട്ട് ഞെക്കി പഠിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു തരും. അപ്പൊ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിലെ റെയ്ഡിനോടൊപ്പം തന്നെ ഇടനിലക്കാരുടെ വീടുകളിലും വിജിലൻസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ റെയ്ഡ് എപ്പോഴും ചരിത്രം പുനരാവിഷ്കരിക്കുന്ന രൂപത്തിലാണ്. നമ്മൾ കണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡാണ്. അതെ, ഓപ്പറേഷൻ ഒക്ടോപ്പസ്. അജിത് ഡോവലിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ദേശവിരുദ്ധമായിട്ടുള്ള ഭീകരരെ പൂട്ടണമെങ്കിൽ ആ രൂപത്തിലുള്ള പാതാളക്കരണ്ടി പോലെയുള്ള പൂട്ടുകളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി മുമ്പ് നമ്മൾ വെള്ളം കോരുമ്പോ
കയറൊക്കെ പൊട്ടി കിണറ്റിനകത്ത് വീണാൽ, കയറും തൊട്ടി വീണാൽ എടുക്കുന്ന ഒരു പാതാളക്കരണ്ടിയുണ്ട്, ഒരുപാട് കുരുക്കുകളുള്ള കമ്പി. അതുപോലെ ഓപ്പറേഷൻ ഒക്ടോപ്പസിൽ ഒരുപാട് കുരുക്കുകളാണ് നമ്മൾ കണ്ടത്. കേരള പോലീസിലെ ഒരു കുഞ്ഞു പോലും അറിയാതെ ഓരോ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീട്ടിനകത്തും NIA കയറുന്ന സുന്ദരമായ കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്. അതുകൊണ്ട് കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ മാത്രമല്ല, ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഇപ്പണി ചെയ്യുന്നത്? ഇവർക്ക് കിട്ടുന്ന കോടികൾക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന ഈ രാജ്യവിരുദ്ധതകൾക്ക് ഇവർക്കൊരു സമ്മാനം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇവരെത്ര പോകുന്നു അത്രത്തോളം പോകട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഇതിനൊരു നിൽപ്പില്ല. കിട്ടുന്നിടത്തോളം പണമല്ലേ കിട്ടുന്നത്, കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പാവം, അവർ തരുന്നത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ശരി. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചത്. ഇതിന്റെ ഇടനിലക്കാരുണ്ട്. അപ്പോ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം CISF ഉദ്യോഗസ്ഥരടക്കം ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. അതായത് ഈ മലദ്വാർ ഗോൾഡുമായിട്ട് വരുന്ന ആളുകളെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ട്. അവർക്കും ഉദ്യോഗസ്ഥന് കിട്ടുന്നതിന്റെ തത്തുല്യമായിട്ടുള്ളത്, അതല്ലെങ്കിൽ ചെറിയ ഒരു കുറവ് വന്നിട്ട് ഇടനിലക്കാരനും കിട്ടുന്നുണ്ട്. കാരണം അയാളും മലദ്വാർ ഗോൾഡുകാരനെ സംബന്ധിച്ചിടത്തോളം തുല്യ സേവനമാണ് ചെയ്തത്. ഇയാൾക്ക് സുലഭമായി ആരും പിടിക്കാതെ ഈ ഗോൾഡ് അങ്ങോട്ട് കടത്തിക്കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അതിന്റെ 1-2% ചിലവഴിക്കാനൊന്നും ഇവർക്ക് ഒരു മടിയുമില്ല. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകൾ മാത്രം റെയ്ഡ് ചെയ്താൽ അവരെയും മലദ്വാറുകാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളെ കണ്ടെത്താൻ കഴിയില്ല. അവർക്കാണെങ്കിലോ അവർക്ക് കിട്ടിയ പൈസയൊക്കെ ഒളിക്കാനും മറയ്ക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കൂടിയാകുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കി. അതുകൊണ്ട് ഇരു ചെവി അറിയാതെ ഇടനിലക്കാരുടെ വീടുകളിലും വിജിലൻസ് റെയ്ഡിനെത്തി. ആദ്യം ഇടനിലക്കാർ വിചാരിച്ചത് നമുക്ക് മുകളിലുള്ളവരെയാണ് പൊക്കുക, അവരുടെയും കൂടി അറിവും സമ്മതത്തോടും കൂടിയാണല്ലോ നമ്മളും കൂടി ഇതിനകത്ത് ഇങ്ങനെ ഇൻവോൾവ് ആയിരിക്കുന്നത്, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അട്ടഹസിച്ചിരിക്കുന്ന സമയത്താണ് വിജിലൻസുകാർ ഇടനിലക്കാരുടെ വീട്ടിലെ കോളിംഗ് ബെൽ അമർത്തുന്നത്. മലപ്പുറം വിജിലൻസ് DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ കുമാർ, അതുപോലെ കസ്റ്റംസ് ഇൻസ്പെക്ടർ സന്ദീപ്, ഇവരൊക്കെ മുഖ്യ പ്രതികളായ കേസിലാണ് വിജിലൻസ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ പുള്ളികൾ ചെറിയ ആളുകളല്ല, പുള്ളികൾ വളരെ കൊമ്പത്തുള്ളവരാണ്. അവർക്ക് അതുപോലെയുള്ള പിടിയും ഉണ്ടാകുമല്ലോ. ചെറിയ രൂപത്തിലല്ലല്ലോ. ഇന്നിപ്പോൾ കോഴിക്കോടും മലപ്പുറവും തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഹരിയാനയിലും ഇതേ സമയത്ത് തന്നെ റെയ്ഡ് നടക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി യഥേഷ്ടം ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ 2023 ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. അപ്പൊ ഇതിനകത്ത് ചെറിയ ആൾക്കാരല്ല. കസ്റ്റംസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സന്ദീപ്, CISF അസിസ്റ്റന്റ് കമാൻഡർ നവീൻ കുമാർ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി സ്വർണം കടത്തുന്നു. വേലി തന്നെ വിളവ് തിന്നാൽ എങ്ങനെ? ഇപ്പോ ഇവരൊക്കെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, ഇവരാണ് ഇത് പിടിക്കേണ്ടത്, ഇവര് സഹായിക്കുവാണ്. ഇത് ഒരു കാക്കാമാരുടെ പേരായിരുന്നെങ്കിൽ മാധ്യമങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഈ വാർത്ത കൊടുക്കുമായിരുന്നു. കസ്റ്റംസ് ഇൻസ്പെക്ടർ സന്ദീപ് എന്നായി പോയ ആളിന്റെ പേര്. CISF കമാൻഡർ അസിസ്റ്റന്റ് കമാൻഡർ ആരാ? നവീൻ കുമാർ എന്നായി പോയി പേര്, അല്ലെ? അപ്പൊ ഈ പേര് നോക്കി വാർത്തകൾ കൊടുക്കുന്ന ആളുകളുടെ രീതി എന്താണെന്ന് നോക്കിക്കേ. ഇവരുടെ സഹായത്തോടു കൂടിയാണ് കരിപ്പൂരിൽ സ്വർണം വന്നിറങ്ങുന്നത്. ഈ സ്വർണം ഹവാല പണമാക്കി ഡൽഹിയിൽ എത്തിക്കുന്നു. ഇതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. അതുപോലെ ഈ ഉദ്യോഗസ്ഥർ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു എന്നും കണ്ടെത്തി. അതുകൊണ്ടാണ് ഈ കേസ് വിജിലൻസ് അന്വേഷിക്കാൻ കാരണമായത്. ആരോപണ വിധേയനായ നവീൻ കുമാർ ഇപ്പോൾ സസ്പെൻഷനിലാണ് നിലവിൽ. സന്ദീപ് GST വകുപ്പിലാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. കക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മേഖല തന്നെ തെരഞ്ഞെടുത്തു. ഇവരുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലും ഒക്കെയാണ് വിജിലൻസ് റെയ്ഡ് നടത്തുന്നത്. മലപ്പുറം വിജിലൻസ് DYSPയുടെ നേതൃത്വത്തിൽ റെയ്ഡ് പുരോഗമിക്കുമ്പോൾ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.